ഇൻസ്റ്റാഗ്രാമിൽ ഒരിടയ്ക്ക് വൈറലായിരുന്ന ചീസ് കേക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ടീ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ലഞ്ച് ബോക്സിനായിട്ട് ഈ ചില്ല് ബോക്സും. ബിസ്ക്കറ്റ്സ് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യും. ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറിനായിട്ട് നമ്മളിവിടെ പാല് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നാരങ്ങാനീര് മിക്സ് ചെയ്ത് ഇത് പനീരാക്കി മാറ്റാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന പനീറിൻ്റെ കൂടെ ഞാനിവിടെ അൽമറായി ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നെക്സ്റ്റ് ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്സിൻ്റെ ലെയറിലോട്ട് ഈ ലെയറും കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഫൈനലി നമ്മൾ ഉണ്ടാക്കുന്ന ലെയർ എന്ന് പറയുന്നത് എവർഗ്രീൻ ഫേവറേറ്റായ ഡയറി മിൽക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡയറി മിൽക്കും മെൽറ്റ് ചെയ്യണം, അതോടൊപ്പം മെൽറ്റ് ചെയ്ത് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫൈനൽ ലെയറും കൂടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കൂടുതൽ ടേസ്റ്റ് ഫീൽ ചെയ്തത് നെക്സ്റ്റ് ഡേ കഴിച്ചപ്പോഴാണ്. ഇനി നിങ്ങൾക്കും അങ്ങനെയാണോ ഫീൽ ചെയ്തതെന്ന് റെഡിയാക്കി നോക്കിയിട്ട് പറയണേ.